അനന്തൻ, ഇനി ഇപ്പോൾ എന്ത് എന്നുള്ള ഒരു ചോദ്യം കൂടി ബാക്കിയുണ്ട്. ഇപ്പോൾ വാസുവിന്റെ മൊഴി പത്മകുമാറിലേക്ക് എത്താൻ നിർണായകമായിരുന്നു. പത്മകുമാറിന്റെ ഈ സാമ്പത്തിക താല്പര്യങ്ങളും അതുപോലെ തന്നെ പോറ്റിയുമായിട്ടുള്ള ബന്ധവുമൊക്കെ നേരത്തെ തന്നെ അന്വേഷണത്തിന്റെ റഡാറിലുണ്ട് എങ്കിലും അറസ്റ്റ് അനിവാര്യമാക്കുന്നതിൽ പത്മകുമാറിന്റെ കാലത്തെ ദേവസ്വം കമ്മീഷണറായിരുന്ന വാസുവിന്റെ മൊഴി നിർണായകമായിരുന്നു. ഇനിയിപ്പോൾ പത്മകുമാറിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ എങ്ങോട്ട് എന്നൊരു ചോദ്യമുണ്ട്. ഒരുപക്ഷെ CPM-നെയോ സർക്കാരിനെയോ ഏറ്റവും അധികം പേടിപ്പിക്കുന്നത് പത്മകുമാർ കഴിഞ്ഞാൽ അടുത്തത് ആര് എന്ന ചോദ്യമായിരിക്കും. അത് അന്നത്തെ ദേവസ്വം മന്ത്രിയിലേക്ക് പോവുക എന്നുള്ളത് രാഷ്ട്രീയമായി അവർക്ക് വലിയ അപകടകരമായ ഒരു സാഹചര്യം ഉണ്ടാക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അപ്പോൾ പത്മകുമാറിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ എന്തൊക്കെ നീക്കങ്ങൾ നടത്തും SIT? അഭിലാഷ്, ഇതിനകത്ത് ഇപ്പോൾ അന്വേഷണ സംഘം ആദ്യം ദേവസ്വം വിജിലൻസ് അന്വേഷണം നടത്തിയപ്പോൾ തന്നെ ഇതിനകത്ത് ഏകദേശം കാര്യങ്ങൾ സംബന്ധിച്ചൊരു ഒരു വിലയിരുത്തൽ ഉണ്ടായിരുന്നു. പിന്നീട് അത് ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് കൂടി വിലയിരുത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് SIT അന്വേഷണത്തിലേക്ക് വന്നത്. SITയുടെ അന്വേഷണത്തിലേക്ക് വരുമ്പോൾ ഇതെങ്ങനെ ഇതിനകത്ത് കേസെടുക്കണം എന്നുള്ള ഒരു രൂപരേഖ ഏകദേശം ഹൈക്കോടതി ദേവസ്വം ബെഞ്ചും SITയും ഉദ്യോഗസ്ഥരും തമ്മിൽ ഒരു ധാരണയുണ്ടാക്കിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ 2 FIRകളും പിന്നീടൊരു കേസ് ഹൈക്കോടതിയും എടുത്തിരിക്കുന്നത്. ഇതിൽ FIRലുള്ളത് 2 കേസുകളിലായിട്ടാണ്. ഒന്ന് കട്ടിളപ്പാളിയും ഒന്ന് ദ്വാരപാലക പാളികളും കടത്തിക്കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ട്. ഇതിൽ 2ലും പ്രതി ചേർക്കപ്പെട്ട ആൾക്കാരുമുണ്ട്, 2ലും കോമൺ ആയിട്ട് പ്രതികളാക്കപ്പെട്ടവരുമുണ്ട്. അതിൽ കോമൺ ആയിട്ട് പ്രതികളാക്കപ്പെട്ടവരുടെ അറസ്റ്റുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ ഇപ്പോൾ പത്മകുമാറിന്റെ അടക്കം അറസ്റ്റ്, വാസുവിന്റെ അടക്കം അറസ്റ്റ് നടന്നിരിക്കുന്നത് കട്ടിളപ്പാളിയിലാണ്, നേരത്തെ അനിൽകുമാർ പറഞ്ഞതുപോലെ തന്നെ. ഇനി ദ്വാരപാലക പാളികളിലെ അന്വേഷണവുമായി ബന്ധപ്പെട്ട അറസ്റ്റുകൾ നടക്കാനുണ്ട്. അതിൽ ദേവസ്വം ബോർഡിന് വെളിയിലുള്ള നാഗേഷ് അടക്കമുള്ള, അതുപോലെ തന്നെ ഈ കേസിൽ കൽപേഷ് അടക്കമുള്ളവരുടെ അറസ്റ്റുകൾ രേഖപ്പെടുത്താനുണ്ട്. ആ ഘട്ടത്തിലേക്ക് അന്വേഷണം ഇതുവരെ പോയിട്ടില്ല. ഇപ്പോൾ നടക്കുന്ന അന്വേഷണം എന്ന് പറയുന്നത് ദേവസ്വം ബോർഡിൽ ഏത് രീതിയിലുള്ള ആസൂത്രണമാണ് നടന്നത് എന്ന് സംബന്ധിച്ചാണ്. പിന്നെ മറ്റൊരു കാര്യം, ഈ കൊള്ളയടിച്ചത് സ്വർണം തന്നെയാണ് എന്ന് ഒരു ഉറപ്പ് വരുത്തുക എന്നുള്ളൊരു നടപടികളുമാണ് ഇപ്പോൾ SITയുടെ ഭാഗത്ത് നിന്ന് നടക്കുന്നത്. അതിന്റെ അന്തിമഘട്ടത്തിലേക്കാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. പത്മകുമാറാണ് ദേവസ്വം ബോർഡിൽ നിന്ന് ഈ സ്വർണം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊള്ളയടിക്കാനുള്ള എല്ലാ ആസൂത്രണവും ചമച്ചത് എന്ന വിലയിരുത്തലിലേക്ക് SIT എത്തിയിരിക്കുന്നു. അപ്പോൾ അവിടെ കിങ് പിന്നായിട്ട് വരുന്നത് പത്മകുമാറാണ്. ഇനി പത്മകുമാറിന്റെ ചോദ്യം ചെയ്യൽ അത് ഏറ്റവും നിർണായകമാണ്. പത്മകുമാർ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ പല പേരുകളും പറയും എന്ന് നേരത്തെ തന്നെ ഭീഷണി മുഴക്കിയ വ്യക്തിയാണ്. അത് തന്ത്രി അടക്കം കടകംപള്ളി അടക്കം ഉള്ളവരുടെ പേരുകൾ പറയാൻ സാധ്യതയുണ്ടെന്ന് നേരത്തെ സൂചനകളൊക്കെ കൊടുത്തിരുന്നു. പക്ഷേ ഇപ്പോഴുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് പത്മകുമാർ അങ്ങനെ എല്ലാ പേരുകളും വിളിച്ചു പറഞ്ഞാൽ അതിലേക്കൊക്കെ ഡൈവേർട്ട് ചെയ്ത് പോകാൻ അന്വേഷണ സംഘത്തിന് കഴിയില്ല. അപ്പോൾ അന്വേഷണ സംഘത്തിന് കൃത്യമായ വിവരങ്ങൾ അറിയാം. ആ വിവരങ്ങളിലേക്ക് പോകുന്ന ചെയിനുകളാണ്, തെളിവുകളുടെ ചെയിനുകളാണ് ഉണ്ടാക്കാൻ SIT ശ്രമിക്കുന്നത്. അപ്പോൾ ഒരുപക്ഷെ മുൻമന്ത്രിയുടെ കാര്യം പറഞ്ഞാൽ കൃത്യമായ തെളിവ് ഇതുവരെ ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന് കടകംപള്ളിയിലേക്ക് പോകാവുന്ന ഏതെങ്കിലും മൊഴി കിട്ടിയോ എന്നുള്ള നമുക്ക് വ്യക്തമല്ല. പത്മകുമാർ വന്ന് എന്നെ കടകംപള്ളിയാണ് നിയോഗിച്ചതെന്ന് പറഞ്ഞാൽ കടകംപള്ളിയെ ചോദ്യം ചെയ്യേണ്ടി വരും. അതല്ല തന്ത്രിയാണ് നിയോഗിച്ചതെന്ന് പറഞ്ഞാൽ തന്ത്രിയെ ചോദ്യം ചെയ്യേണ്ടി വരും. ഇനി അതിനപ്പുറം പക്ഷേ SIT ഇപ്പോഴും വിശ്വസിക്കുന്നത് ഇത് വലിയൊരു സാമ്പത്തിക ഇടപാട് നടന്ന ഒരു കേന്ദ്രത്തിലേക്കാണ് ഈ അന്വേഷണം പോകുന്നത് എന്നുള്ളതാണ്. കാരണം ഒരു സാധാരണഗതിയിൽ നേരത്തെ ഇവർ മൊഴി കൊടുത്തതുപോലെ ഉരുക്കിയെടുത്ത് സ്വർണം വിറ്റ കേസാണെങ്കിൽ 15 ലക്ഷത്തിൽ കൂടുതൽ രൂപ ഇവർക്ക് കിട്ടില്ല. അങ്ങനെയുള്ള സാമ്പത്തിക ലാഭമല്ല പത്മകുമാറിനും പോറ്റിക്കും ഒന്നും സംഭവിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം SIT കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് നേരത്തെ കോടതി സൂചിപ്പിച്ചതുപോലെ തന്നെ അന്താരാഷ്ട്ര പൗരാണിക കള്ളക്കടത്ത് സംഘങ്ങളിലേക്ക് പോകുന്ന ഒരു റൂട്ടിലേക്കാണ് SIT പ്രവേശിക്കുന്നത്. അപ്പോൾ ഈ പത്മകുമാറിൽ നിന്ന് ഇനി പോകാൻ പോകുന്നത് വിശാലമായ ഒരു സ്വർണ്ണക്കടത്ത് ശൃംഖലയിലേക്കാണോ എന്നുള്ളൊരു സംശയം ഉണ്ടാകുന്നുണ്ട്. മാത്രമല്ല അതിലേക്ക് പോകുന്നതിന് മുൻപ് ഈ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട അന്വേഷണം പൂർത്തീകരിക്കുകയാണ് ഇപ്പോൾ അന്വേഷണ സംഘം ചെയ്യുന്നത്. അത് സംബന്ധിച്ചുള്ള റിപ്പോർട്ടാണ് അടുത്ത ആഴ്ച കോടതിയിൽ കൊടുക്കാൻ പോകുന്നത്. ഇനി അന്വേഷണ സംഘത്തിന് മുന്നിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി, ഇപ്പോൾ ഒരു സ്വർണം, ഈ ഉരുക്കിയെടുത്ത സ്വർണം ആണ് എന്ന് പറഞ്ഞ് ഗോവർദ്ധന്റെ കയ്യിൽ നിന്ന് ഒരു സ്വർണം പിടിച്ചെടുത്തിട്ടുണ്ട്. അത് പക്ഷേ ഇപ്പോഴും ഗോവർദ്ധൻ അങ്ങനെ എൻ്റെ കയ്യിൽ ഈ സ്വർണ്ണം ഇരിപ്പുണ്ട് എന്ന് പറഞ്ഞ് രംഗത്ത് വന്നത് അത് സ്വന്തം ഈ ആത്മാർത്ഥം കൊണ്ടാണ് എന്ന് അന്വേഷണ സംഘം കരുതുന്നില്ല. അയാളെ അങ്ങനെ നിയോഗിച്ചു വിട്ടതാണ് എന്നുള്ളൊരു കണക്കുകൂട്ടലാണ് SITക്കുള്ളത്. അതാരാണ്? അപ്പോൾ ആ ശക്തികളുടെ കയ്യിലാകും ഇതിന്റെ ഒറിജിനൽ പാളികൾ. അങ്ങനെയെങ്കിൽ ഈ ഒറിജിനൽ പാളി റിക്കവർ ചെയ്യുക എന്നുള്ളത് ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ അതിലേക്കൊക്കെ വിശാലമായ ഒരു അന്വേഷണത്തിലേക്കാണ് SITക്ക് ഇനി പോകാനുള്ളത്. അതല്ലെങ്കിൽ ഇത് സ്വർണ്ണമൊരുക്കിയ കേസായിട്ട് പത്മകുമാർ വരെയുള്ള ആളുകളിൽ നിർത്തേണ്ടി വരും. അങ്ങനെ നിന്നാൽ ഈ കേസ് കോടതിയിൽ വരുമ്പോൾ വലിയ ബുദ്ധിമുട്ട് പല കാര്യങ്ങളിലും ഉണ്ടാകും. പക്ഷേ സംഭവിച്ചത് അതല്ല എന്നുള്ളത് SITക്കും അറിയാം, കോടതിക്കും അറിയാം, ഒരുവിധം ശബരിമല അറിയാവുന്നവർക്കെല്ലാം അറിയാം. അപ്പോൾ ശബരിമലയുള്ള പൗരാണികത മുൻനിർത്തിയുള്ള വലിയ കച്ചവടമാണ് നടന്നിരിക്കുന്നത്. അപ്പോൾ ആ പാളികൾ എന്തു ചെയ്തു എന്നുള്ള ചോദ്യത്തിലേക്ക് പോകുമ്പോൾ അത് പത്മകുമാറിലൂടെ തന്നെ ഉത്തരം കിട്ടും എന്ന് തന്നെയാണ് SIT പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ തിങ്കളാഴ്ചത്തെ ചോദ്യം ചെയ്യൽ നിർണായകമാണ്. അതിൽ പത്മകുമാർ വിളിച്ചു പറയുന്ന പേരുകളിലേക്കൊക്കെ അന്വേഷണം പോകുമെങ്കിലും സ്വർണം പോയ വഴിയിൽ തന്നെയാണ് SIT കേന്ദ്രീകരിക്കുന്നത്. അഭിലാഷ്, പ്രധാനപ്പെട്ട വഴിത്തിരിവുകളിലേക്ക് ഇനിയും അന്വേഷണം മുന്നോട്ട് പോകാനുണ്ട്.